അതെ, ആലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോൾ ആകാശം തൊട്ടു തലോടുന്നൊരൽമരം കണ്ടേ ഞാൻ. ആലിപ്പഴം പൂത്തു നിറഞ്ഞതി കണ്ണാലെ കണ്ടേ ഞാൻ. ആലിന്റെ കൊമ്പത്ത് കണ്ടൊരു മാവുമ്മ ചക്ക, നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ, നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. രാഷ്ട്രീയ ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പ ഒരു ദിവസം എന്നെ വിളിച്ചു. മാഡം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഉള്ളത് അമ്മച്ചിയാണ് നേരാണ്. കോവിഡിന്റെ സമയത്തുണ്ടല്ലോ, മഹാരാഷ്ട്രയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി നമുക്ക് ഇരിക്കപ്രതി തന്നിട്ടില്ല. ട്രംപ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്, മാറിപ്പോയി. സകല ലോക നേതാക്കന്മാരും ഇരിക്കപ്രതി ഇല്ലാതെ ടീച്ചറിനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നമ്പർ 1 ആയിട്ട് കൊറോണ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കേരളമാണല്ലോ കൊറോണ വ്യാപകമാകുന്നതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചോദിച്ചു വിളിയോട് വിളിയായിരുന്നു. അമ്മച്ചിയാണ്. അവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ കുറവാ. പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കേരളത്തിലാണ് ഏറ്റവും സ്ട്രോങ്. ഇവിടുത്തെ പോലെ നട്ടും ബോൾട്ടും കത്രികയും ബ്ലേഡും ഒന്നും വയറ്റി തിരികി സർജറി നടത്തി 5 വർഷക്കാലത്തോളം പിടിതരാതെ മുങ്ങി നടക്കാൻ തക്ക വിധത്തിലുള്ള ആ സിസ്റ്റത്തിനുള്ള ശക്തിയൊന്നും അവിടെ ഒന്നും ഇല്ലല്ലോ. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ടീച്ചർ അതിനകത്തൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് അങ്ങ് ഉഗാണ്ടയിലൊന്നും അല്ല. ഉഗാണ്ടയിലും മലയാളികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മലയാളികളായിട്ടുള്ളവരെ മഹാരാഷ്ട്രയിലൊക്കെ താമസിക്കുന്നവർ പറയുന്നത്, അവരാ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയതെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ്. സത്യം പറ, ഒന്ന് ഓർത്തു നോക്ക്. ഇനി മഹാരാഷ്ട്രയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചത് മറ്റേ PPE കിറ്റിലും മറ്റേ മാസ്കിലും ഒക്കെ നമ്മൾ നടത്തിയ മായമില്ല മന്ത്രമില്ല പരിപാടിയെ അതിൻ്റെ സീക്രട്ട് ചോദിക്കാനാണോ എന്നാ ആളുകൾ ചോദിക്കുന്നത്. മൊത്തം പരദൂഷണക്കാരാ. രാഷ്ട്രീയ ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പ ഒരു ദിവസം എന്നെ വിളിച്ചു. മാഡം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെയുള്ള തുടർച്ചയായിട്ടുള്ള ഫോൺ കോളുകളിൽ മനം മടുത്ത് ടീച്ചറമ്മ അതങ്ങോട്ട് സൈലൻറ്റിലോട്ട് ഇടാൻ പോകുന്ന സമയത്താണ് മഹാരാഷ്ട്രയിൽ നിന്ന് വിളി വരുന്നത്. പിന്നെ നമ്മുടെ കേരള രാജ്യത്തിൻ്റെ അയൽ രാജ്യമാണല്ലോ മഹാരാഷ്ട്ര. അതുകൊണ്ട് എടുക്കാതിരിക്കുന്ന എങ്ങനെയാ? എന്തെങ്കിലും നക്കാപ്പിച്ച സഹായം ചോദിച്ചായിരിക്കും എന്ന് വിചാരിച്ചങ്ങ് എടുത്ത്. അപ്പൊ പറയുന്നത് മൊത്തം സ്വകാര്യ ആശുപത്രികളുടെ, സ്വകാര്യ കുത്തകകളുടെ കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ സ്വകാര്യ ഹോസ്പിറ്റലുകാർ സഹകരിക്കുന്നില്ല. നമ്മുടെ തൊഴിലാളി വർഗ പ്രസ്ഥാന നേതാക്കളുടെ അത്രയും ശക്തിയും ആ ഒരു ആവേശവും ധൈര്യവും ഒന്നും മഹാരാഷ്ട്രയിലുള്ള ആർക്കും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വകാര്യ മേഖലയെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തിച്ച് നിർത്തിയിരിക്കുന്നത്? അതിൻ്റെ ടെക്നോളജി അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പം തന്നെ നമ്മുടെ ട്രേഡ് സീക്രട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതായത് ലോകത്താരുടെയും മനസ്സിലുദിക്കാത്ത ബുദ്ധി, പെട്ടെന്ന് ആരുടെയും ഉള്ളിലേക്ക് വരാത്ത ചിന്ത, ആശയം, അതാണ് ടീച്ചറമ്മ മഹാരാഷ്ട്രയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. സ്വകാര്യ ഹോസ്പിറ്റലുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോ, അല്ലെങ്കിൽ കോവിഡിന്റെ സാഹചര്യം മുതലെടുക്കുന്നോ, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ആരും ചിന്തിക്കാത്ത സൂത്രപ്പണി ഇതാണ്. അവരെ വിളിച്ചിട്ട് പറയുക, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ലെന്ന്. അത്രേ ഉള്ളൂ, നിസാരം. സാർ ഒരു കാര്യം ചെയ്യൂ, ആ സ്വകാര്യ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് നിർബന്ധമായിട്ടും ആവശ്യപ്പെടും അവരിത് സഹകരിക്കണം. കാര്യം നമുക്ക് കെട്ടുറപ്പുള്ള, ഇത്രയും കാര്യക്ഷമതയുള്ള, ഇത്രയും മാസ്കിന്റെയും PPE കിറ്റിന്റെയും ഒക്കെ കാശ് ഖജനാവിലുള്ള കേരളത്തിന് കോവിഡ് മരണത്തിൽ മഹാരാഷ്ട്രയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചത് ടീച്ചറമ്മയുടെ വലിയ പ്രയത്നത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. നമ്മളത് ഈ തരുണത്തിൽ ഓർമ്മിക്കാതെ പോകരുത്. നമ്മുടെ നുണവികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് ടീച്ചറമ്മയെ നിയമിതയാക്കിയ വിവരം അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ല കാര്യക്ഷമമായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ടീച്ചറമ്മയ്ക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഈ നുണകൾ പറയുമ്പോഴേ പെട്ടെന്ന് മനുഷ്യർക്ക് ഒരു 2 മിനിറ്റ് എങ്കിലും അത് സത്യമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള നുണകൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ആരും പറയാത്തതുപോലുള്ള നുണകളിലേക്ക് കടക്കാൻ, കല്ലുവെച്ച നുണകൾ, അതായത് കരിങ്കല്ല് വെച്ച നുണകളും ഇഷ്ടിക വെച്ച നുണകളും ഒക്കെ പറയാൻ ടീച്ചറമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ ഫീൽഡിൽ ടീച്ചറമ്മ മുന്നേറും, അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോക്കെ. ഇപ്പോൾ ടീച്ചറമ്മ പറയുന്നത് പ്രകാരം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലും പബ്ലിക് ഹെൽത്ത് സെൻ്ററുകളൊന്നും ഇല്ല, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളില്ല. ഇതെല്ലാം കേരളത്തിൽ മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മൂലയിൽ കിടക്കുന്ന കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത് ഇത്രയും വലിയ രോഗങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അത്തരം സാഹചര്യങ്ങൾ അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതോ എന്ന് ചോദിച്ചുകൊണ്ട് WHO വരെ ബഹുമതി തരാൻ വേണ്ടി വിളിയോട് വിളിയായിരുന്നു. എന്നും കൂടി പറ. ഗ്യാസ് സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടർ ചിലർ വെളിയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുകയാണ്. എന്നിട്ട് ഓട്ടോറിക്ഷയിലോ കാറിലോ ഒക്കെ ഈ സ്വകാര്യ ഹോസ്പിറ്റലിന് മുന്നിൽ ചെന്നിട്ട് ടീച്ചറമ്മയുടെ കഥ പറച്ചിൽ ശൈലി. എൻ്റെ തൊഴിലുറപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അതിന് ഞാൻ അനുമോദനം തന്നെ. എപ്പോഴും അനുമോദിക്കാൻ ഞങ്ങൾക്ക് വയ്യ. പിന്നെ ഇതൊക്കെ കൺമുന്നിൽ വന്ന് പെട്ടാൽ പിന്നെ അനുമോദിക്കാതിരിക്കാനും പറ്റുമോ? അതുകൊണ്ട് അനുമോദിക്കുന്നതാ. ശ്വാസം മുട്ടുന്നു, ഇതൊന്ന് ഘടിപ്പിച്ചു തരണം. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ കൊടുക്കണം ഈ ഓക്സിജൻ ഒന്ന് ഘടിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇവരിങ്ങനെ
ഓട്ടോയിലും ബൈക്കിലും ഒക്കെ അല്ലേ ടീച്ചറമ്മേ? അതിലൊക്കെയാണ് ഗ്യാസ് സിലിണ്ടർ, ഏത് ഗ്യാസ്, കത്തിക്കുന്ന ഗ്യാസ് അല്ല, വലിച്ചെടുക്കാനുള്ള ഗ്യാസ്, ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് ചെല്ലുന്നത് പാവപ്പെട്ട മനുഷ്യർ കുറേ പൈസ കൊടുത്ത് ഓക്സിജൻ സിലിണ്ടർ വാങ്ങിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രികളുടെ മുന്നിൽ ചെന്ന് കിടന്ന് കെഞ്ചി. ഇതൊക്കെ ടീച്ചർ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാട്ടാ. ഇതൊന്ന് വെച്ച് തരുമോ, ഇത് വാങ്ങിച്ചോണ്ടാ ചെല്ലുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ വരെയൊക്കെയാണെന്ന് അവർ ചോദിച്ചത്. അയ്യോ, ഇതിൻ്റെയൊക്കെ തെളിവ് സഹിതം ടീച്ചർമ്മയുടെ കയ്യിലിരിപ്പുണ്ട്. ഒന്നുകൂടെ നമ്മൾ ആഞ്ഞു പിടിച്ചു ചോദിച്ചാൽ ടീച്ചർ ആ തെളിവും കാണിക്കും. ഈ ധാരാവിയിൽ വന്നപ്പോഴും എന്നെ വിളിച്ചു. ധാരാവിയിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് കോളനികൾ വന്നപ്പോൾ? സർക്കാർ സ്ഥാപനങ്ങൾ എന്നുള്ള ആശയം തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇടതുപക്ഷമാണ് എന്നതിലേക്കാണ് ഈ തള്ള് വന്നിട്ട് നിൽക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു വശത്ത് അമേരിക്ക എന്ന് വിളിച്ച് മാസ്ക് എന്ന് കരയുന്നു, ഇപ്പുറത്ത് മഹാരാഷ്ട്ര എന്ന് വിളിച്ച് ഓക്സിജൻ എന്ന് പറഞ്ഞ് കരയുന്നു. ഇങ്ങനെയുള്ള പല ടെൻഷൻ്റെ നടുക്കാണെങ്കിലും കോവിഡ് മരണനിരക്കിൽ നമുക്ക് 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. ഞാൻ പറഞ്ഞു ധാരാവി പോലുള്ള കോളനികൾ അവിടെ ഇല്ല, പക്ഷേ ഞങ്ങൾ ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റിന് ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. ടീച്ചറമ്മ ഇങ്ങനെ തള്ളി നിങ്ങൾക്ക് വിട്ടാൽ മതി. ആ തള്ളലിൽ വീണ് താഴെ കിടക്കുന്നത് നമ്മുടെ പാവം വീണേച്ചിയാ. തട്ടിക്കുടഞ്ഞ് എഴുന്നേക്കാനും വയ്യ. കാരണം എഴുന്നേറ്റ് നിന്നാ ഇനി എപ്പോഴാണ് അടുത്ത അടിയിൽ വീഴുന്നതെന്ന് അറിയത്തില്ല. അതിനേക്കാൾ ഭേദം വീണ് കിടക്കാമെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഈയിടെ ആയിട്ട് ഒരുപാട് നുണക്കഥകൾ ടീച്ചർമ്മ ഇറക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ പിറക്കാതെ പോയ ഉണ്ണി തന്നെയാണ്. കേരളത്തിൽ വൃദ്ധരായിട്ടുള്ള 3-4 പേർ മാത്രം താമസിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ കണ്ണുനീരോടുകൂടി പറഞ്ഞത്, ഞങ്ങൾക്ക് പിറക്കാതെ പോയ ഞങ്ങളുടെ ഉണ്ണി ഉണ്ടല്ലോ, ആര്, പിണറായി വിജയൻ. അതിനോളം വരില്ല കേട്ടോ ഇതൊന്നും. പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അവരത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അപ്പൊ ഇതാണ് കേരളത്തിൽ പ്ലാൻ ചെയ്തത്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പം കാർ ഒരു 200 മീറ്റർ അപ്പുറത്തായിരുന്നെന്നാണ് പറയുന്നത്. കാരണം തള്ളി ബിൽഡിംഗ് ഇങ്ങ് വന്ന് എന്നിട്ട് നിന്ന് ചിന്തിക്കുക എങ്ങനെ കാർ 200 മീറ്റർ അപ്പുറത്ത് പോയെന്ന്. എൻ്റെ പൊന്നു ടീച്ചറെ, കുറേയൊക്കെ നമുക്കൊരു തമാശ പോലെയും നേരം പോക്ക് പോലെയൊക്കെ കേട്ടിരിക്കാം. വന്ന് ഇതൊരു മുഷിപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പണ്ടൊന്നും ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇങ്ങനെയുള്ള ഇതൊന്നും കാണണ്ടായിരുന്നു. ഇതിപ്പം ഫേസ്ബുക്കൊന്നും തുറക്കാൻ വയ്യ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തള്ളമ്മ തൽക്കാലം കയ്യിൽ ഒതുങ്ങുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ തള്ളു. പിന്നെ പലർക്കും ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകുന്നുണ്ട്. മഹാരാഷ്ട്ര എന്നൊക്കെ വിളിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ, വളരെ ആഴമുള്ള വിഷയങ്ങൾ നിങ്ങൾ ഏത് ഭാഷയിൽ സംസാരിച്ചു എന്നുള്ളത്. ടീച്ചർ ബഹുഭാഷാ പണ്ഡിതയാണ് എന്ന വിഷയം നിങ്ങൾ മറന്നുപോയോ? But that is not a good, that's the public will understood it. പിന്നെ ആശയവിനിമയത്തിന് സഹായിക്കാൻ 3-4 പേര് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബിന്ദു ചേച്ചി, നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ, നമ്മുടെ ചിന്ത ചേച്ചി, പിന്നെ നമ്മുടെ റഹീമിക്ക. Communism is little bit high. I don't know whether it happens early or not. പിന്നെ ടീച്ചറമ്മേ, കോവിഡ് കാലത്തെ ഓർമ്മകൾ അയവിറക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ആരോഗ്യരംഗത്തുണ്ടാകുന്ന പ്രതിഭാസങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസത്തെ കത്രിക കേസൊന്നും ഇനി ഞാൻ പറയുന്നില്ല. ഇന്നലെ വീണ്ടും കുത്തിവയ്പ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി കേരളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇങ്ങനെ കൊച്ചുകുട്ടികളൊക്കെ നിൽക്കുന്ന നിപ്പിലേ കുഴഞ്ഞു വീണുള്ള മരണം കൂടുന്നുണ്ട്. ഈ കോവിഡിൻ്റെ വാക്സിൻ്റെ ഫലമായിട്ടാണ് എന്നൊക്കെ ഒരു ചെറിയ ശതമാനം ജനങ്ങളെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണയാണല്ലോ. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ തക്ക വിധത്തിലുള്ള തള്ളുകൾ കൂടി ടീച്ചറമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആ സമയത്തേക്ക് തിരിഞ്ഞു നോക്കി കണ്ണു തുറന്ന് നിൽക്കാതെ ഇപ്പോഴെന്താണ് നടക്കുന്നത് എന്നുകൂടി കണ്ണു തുറന്ന് നോക്കി അതിനെക്കുറിച്ച് കൂടിയൊക്കെ സംസാരിക്കണം. അതിനെക്കുറിച്ച് കൂടിയൊക്കെ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. You and I, your method may be different. My method is different.